ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലാസ്റ്റ് വീഡിയോനകത്ത് ഞങ്ങൾ മാജിക്കൽ പാർക്കിനകത്തായിരുന്നു പോയേക്കണത്. അപ്പോൾ ഈ വീഡിയോനകത്ത് കണ്ടിന്യൂവേഷനാണ് അതിൻ്റെ. ഈ സമയം ഞങ്ങൾ ഡൈനോസോർ പാർക്കിലേക്കാണ് ഇപ്പോൾ പോകാൻ പോണത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. ഞങ്ങളിപ്പോൾ കയറാൻ പോവാണ് ഡൈനോസോർ പാർക്കിലേക്ക്. അപ്പോൾ കയറുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ കാണാൻ പറ്റും ഇവിടെ ഒരു ഡിമെട്രോഡോൺ, പിന്നെ എൻ്റെ തൊട്ട് പുറകിലായിട്ട് രണ്ട് ടൈറാനോസോറസ് റെക്സ് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ടീറക്സ് എന്നും പറയാം, ഫൈറ്റ് ചെയ്യാനാണ്. പിന്നെ ലെഫ്റ്റിലേക്ക് നോക്കിയാലും കുറേ ഡിഫറെൻറ്റ് ഡൈനോസോർസിനെ കാണാൻ പറ്റും. ഇതെല്ലാം ഡിഫറെൻറ്റ് ആനിമേട്രോണിക്സ് ആണ് ഡൈനോസോർസിൻ്റെ. അത് ഇതാണ് രണ്ട് ടീറക്സ് ഫൈറ്റ് ചെയ്യണത്. ഒരെണ്ണം കടിക്കണം, അതിൻ്റെ വായ അനങ്ങുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ നിന്ന് ശരിക്കും കാണാൻ പറ്റും. ഇത് കാണുന്നത് മോസ്റ്റ് പ്രോബബ്ലി ഒരു വെലോസിറാപ്റ്റർ ആയിരിക്കും. ഇതിപ്പോൾ കാണുന്നതാണ് ഒരു പ്ലസേരിയസ്. ഇപ്പോൾ ഈ കാണുന്ന ഡൈനോസോറാണ് ഒരു തെലസീനോസോറസ്. ഇതിന് വളരെ നീണ്ടുള്ള നഖങ്ങളുണ്ട്, അത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ഇതിപ്പോൾ കാണുന്നതാണ് ഒരു സ്റ്റെഗോസോറസ്. ഇതിൻ്റെ മുമ്പ് കണ്ടില്ല നീട്ടുള്ള കഴുത്ത് വെച്ചിട്ട്, അത് സോറോപോഡ് ഫാമിലിനകത്ത് തന്നെയാണ്, പക്ഷെ എൻ്റെ പേരും കറക്റ്റായിട്ട് അറിയില്ല. ഇത് മോസ്റ്റ് പ്രോബബ്ലി ഒരു ബ്രാക്കിയോസോറസ് ആയിരിക്കും, കാരണം എൻ്റെ തലയുടെ മുകളിലുണ്ടല്ലോ ഒരു സാധനം പോലെ, അത് മോസ്റ്റ് പ്രോബബ്ലി ഒരു ബ്രാക്കിയോസോറസ് ആയിരിക്കും. പിന്നെ ഇതെല്ലാം സോറോപോഡ് ഫാമിലിനകത്താണ്. ഇത് കാണുമ്പോൾ എല്ലാം സിമിലർ ആണ്, ഹൈറ്റ് ഡിഫറൻസ് ഉള്ളൂ, ഹൈറ്റും സൈസും. ഇത് കാണുന്നത് സ്പൈനസോറസ് ആണ്. ഇതും വളരെ വലിയ, ഓൾമോസ്റ്റ് ടീറക്സിനെ പോലത്തെ, പക്ഷെ കുറച്ചുകൂടി അക്വാട്ടിക് ആണ്, ഒരു സെമി അക്വാട്ടിക് ഡൈനോസോർ ആണിത്. ഇതിന് സ്പീഡിൽ നീന്താനും പറ്റും. ഇത് കാണുമ്പോൾ ഓൾമോസ്റ്റ് മുതലേനെ പോലെ ഉണ്ടാവും, പക്ഷേ ശരിക്കുള്ള പണ്ടത്തെ മുതലെന്ന് വെച്ചാൽ ഡൈനോസൂക്കാസ് ആണ്, അതാണ് ഏറ്റവും വലിയ മുതല. പിന്നെ ഇതിപ്പോൾ കാണുമ്പോൾ പിന്നെ വേറെ സോറോപോഡ് ഫാമിലി എന്നുള്ളതാണ്. ഇത് ബ്രാക്കിയോസോറസ് ആണ്. എല്ലാത്തിൻ്റെ ഇവിടെ ഇങ്ങനെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കാണുന്ന ഇതൊരു പാരസോറോളഫസ് ആണ്. ഒപ്പം എനിക്ക് അതിൻ്റെ പേര് പാരസോറസ് എന്നും പറയാൻ തോന്നുന്നു. ഇത് മോസ്റ്റ് പ്രോബബ്ലി ഒരു കാർണിറ്റോറസ് ആയിരിക്കും.
ഇതൊരു ട്രൈസെറാടോപ്സും അതിൻ്റെ ഫാമിലിയാണ്. ഇതൊരു ടൈപ്പ് ഓഫ് സ്റ്റെഗോസോറസ് ആണ്, മരം കയറുന്ന പോലെ. ഈ ഡൈനോസോറിൻ്റെ പേര് എനിക്ക് പ്രോപ്പർലി അറിയില്ല, പക്ഷെ എനിക്ക് ഒന്നില്ലെങ്കിൽ കോറിത്തോസോറസ് ആണ്, അല്ലെങ്കിൽ അമൂറസോറസ് ആണ്, അല്ലെങ്കിൽ വേറെ ഒരെണ്ണോടെ വേറെ കുറച്ചുണ്ട്, എനിക്ക് പേര് കറക്റ്റായില്ല. പക്ഷെ ഡക്ക് ബിൽഡ് ഡൈനോസോറസ് എന്താ തന്നെയാണ്, എന്ന് വെച്ചാൽ താറാവിൻ്റെ വായുള്ള പോലെ. ഇതും സോറോപോഡ് ഫാമിലിനകത്ത് വന്നതാണ്. ലെഫ്റ്റിനകത്ത് നോക്കി കാണാൻ പറ്റും നല്ലോണം അങ്ങനെ ഒരു ടീറക്സ് ആണ്. പിന്നെ എൻ്റെ തൊട്ടടുത്ത് തന്നെ റൈറ്റ് സൈഡിനകത്തായിട്ട് ഒരു കാർനോട്ടോസോറസ് ഉണ്ട്. ഞങ്ങളിപ്പോൾ വിൻ്റർ സമയമായിപ്പോൾ, അപ്പോൾ കാരണം പെട്ടെന്ന് നൈറ്റ് ടൈം ആവും. തുടങ്ങിയപ്പോൾ ഒരു ഈവനിങ് ടൈമൊക്കെ ആയിരുന്നു, അപ്പോൾ നല്ലോണം വെളിച്ചുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം പോയപ്പോൾ രാത്രിയായി തുടങ്ങി. അത് മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ വിൻ്റർ സമയമുണ്ട്. ഇത് നമ്മൾ കണ്ടാണെങ്കിൽ ശരിക്കും റിയൽ ഒരു ഡൈനോസോറിൻ്റെ അടുത്ത് വന്ന പോലത്തെ ഫീലിംഗ് ഉണ്ട് കാണുമ്പോൾ. അവിടെ നിൽക്കുമ്പോൾ അതിനേക്കാളും വലിയ എക്സ്പീരിയൻസ് ആണ്. ഇത് കണ്ട എക്സൈറ്റ്മെൻ്റ് കൊണ്ട് ഞാനും തൊടാൻ പോയി. എനിക്ക് കുറച്ച് പേരുണ്ടായിരുന്നു, കാണുമ്പോൾ ശരിക്കും ഡൈനോസോറിനെ പോലെ ഉണ്ട്. അപ്പോൾ കാരണം ഞാൻ തൊട്ടെന്നാലും ഞാനിപ്പോൾ ഞങ്ങളവിടെ ശരിക്കാനായിട്ട് അവിടെ കേട്ട ഡൈനോസോറിൻ്റെ ഒച്ചപ്പോൾ കേൾപ്പിച്ച് തരാം. ഇപ്പോഴത്തേക്ക് വീഡിയോ ഉണ്ടായി. ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട്, അടുത്ത പാർട്ട്. സോ ടു ബി കണ്ടിന്യൂഡ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.